എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. എല്ലാവർക്കും കേട്ടോ. എൻ്റെ ഓയിൽ കൊണ്ടുപോകുന്നവർക്ക്, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർക്ക്, എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്ക് എല്ലാവർക്കും. പക്ഷേ ഇന്ന് 1-ാം തീയതിയാണ്. വീഡിയോസ് കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൊടുത്തിട്ട് വേണം ശുഭ നായർ വ്ളോഗ് കാണാൻ കേട്ടോ. പിന്നെ ഒരുപാട് പേര് ഓയിൽ കൊണ്ടുപോകുന്നവർ എന്നെ കാണാതെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ട് എന്നെ വിളിച്ചല്ല എന്നെ വാട്സപ്പിൽ വന്നിട്ട് ഓയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് ഓരോരുത്തരുടെ അടുത്തും ശുഭ നായർ വ്ളോഗിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് പറയാനായിട്ട് എനിക്ക് ഒരു ടൈപ്പ് ചെയ്ത് ഒരു മെസ്സേജ് അയക്കാൻ പോലും ചിലപ്പോൾ സമയം കാണത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഓയിൽ കൊണ്ടുപോകുന്ന പുതിയ ആൾക്കാർ എല്ലാവരും ശുഭ നായർ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിട്ട് കിടക്കാം നമുക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു ഫേഷ്യൽ കിറ്റ് വാങ്ങിച്ച് വീട്ടിൽ തന്നെ ഇരുന്ന് എങ്ങനെയാണ് ഫേഷ്യൽ ചെയ്യുന്നത് അത് ഞാൻ ഇന്നലെ ലൈവായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ ഇന്നലെ അധികം ആൾക്കാരൊന്നും ലൈവിലുണ്ടായിരുന്നില്ല. ന്യൂ ഇയർ ഒക്കെ ആയിട്ട് എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കാനും വീട്ടിലെ ജോലികളൊക്കെ ആയിട്ടായിരിക്കും അധികം ആൾക്കാരുണ്ടായില്ല. അപ്പോൾ വന്നവർ പറഞ്ഞു, 10-25 പേരുണ്ടായിരുന്നു. വന്നവർ പറഞ്ഞു ശുഭ ഇന്ന് രാവിലത്തെ വീഡിയോ, അതായത് 11 മണി, ഇന്നിപ്പം സമയം ഇത്രയായി എങ്കിലും എനിക്ക് അപ്ലോഡ് ആവാൻ ഇപ്പോൾ ഒത്തിരി താമസമാണ് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല. വൈഫൈ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ വരാമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഇതുവരെ വന്നില്ല. എനിക്ക് അപ്ലോഡ് ആകാനായിട്ട് ഭയങ്കര താമസം, ഒരാഴ്ചയായിട്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. കുറച്ച് അടുക്കളയിലെ പണിയൊക്കെ ഒതുക്കി ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അതുപോലെ ഇവിടെ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ കണ്ണ് മാത്രം ഒന്ന് എഴുതിയേ, വേറൊന്നും ചെയ്തില്ല. അപ്പോൾ നമുക്ക് ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്ന് വീഡിയോ ആയിട്ട് ഇട്ടാൽ മതി. എന്നാൽ വന്നവർ പറഞ്ഞുകൊണ്ട് ഞാൻ ലൈവിൽ കാണിച്ചില്ല. അപ്പം നമുക്ക് ആദ്യം ഫസ്റ്റ് എന്താ ഫേഷ്യലിൻ്റെ ആദ്യം തന്നെ ക്ലെൻസ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ഏത് ഫേഷ്യൽ കിറ്റ് ആയിക്കോട്ടെ അതെടുത്ത് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഒരുപാട് ഡ്രൈ സ്കിന്നൊക്കെ, ട്രൈ ടു നോർമൽ സ്കിൻ ആണെങ്കിൽ നമുക്ക് ഓറഞ്ചിൻ്റെ എടുക്കാം, ഫ്രൂട്ട് ഫേഷ്യൽ എടുക്കാം, പപ്പായ എടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ ഫേഷ്യലിനെ പറ്റിയും പാർലറിൽ പോകാത്തൊക്കെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കിറ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ കടയിലുള്ള നല്ല ഷോപ്പിൽ കയറുക, ആ കടയിൽ ചോദിക്കുക എൻ്റെ മുഖത്തിന് ഏത് ഫേഷ്യലാണ് നല്ലത്, വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാനാണ്, അങ്ങനെ പറയുക. അപ്പോൾ നിങ്ങൾക്ക് ചേരുന്ന ഒരു ഫേഷ്യൽ കിറ്റ് എടുത്ത് തരും. ഷഹനാസിൻ്റെയും കായയുടെയൊക്കെ ആകുമ്പോൾ കുറച്ച് വിലയാകും, പക്ഷെ നല്ല പ്രോഡക്റ്റ് ആയിരിക്കും, അത് ഓർക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ടർക്കി എടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഇതാക്കണം കേട്ടോ. എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇട്ടേക്കുന്ന ഡ്രസ്സിലൊക്കെ വെള്ളവും ക്രീമുകളും ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊരു ടർക്കി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ക്ലെൻസിങ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഫേഷ്യലാണെങ്കിൽ നമുക്ക് പാലെടുക്കാം, അങ്ങനെ ഓരോന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ കിറ്റിനകത്ത് തന്നെയുള്ള ക്രീമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഏതാണെന്നൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഷഹനാസിൻ്റെയാണ്, ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. ഈ ഒരു ഷഹനാസ് ഹുസൈൻ്റെ ഫോട്ടോ ഒക്കെയുള്ള ഇത് നോക്കി വാങ്ങിക്കുക അങ്ങനെയുള്ളവർക്ക്. ഇപ്പം ഞാനിവിടെ ക്ലെൻസിങ് ക്രീം എടുത്തു. അത് നന്നായിട്ട് മുഖത്ത് ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. ഇച്ചിരി കൂടിപ്പോയി, നല്ല സാരമില്ല. സ്വല്പം വെള്ളം കൂടെ കൂട്ടി വേണം. ഞാനിവിടെ ഇന്നലെ നിങ്ങളുടെ അടുത്ത് ഞാൻ കാണിച്ചായിരുന്നല്ലോ. ഇത് ഇവിടെ ഇങ്ങനൊരു പാത്രത്തിൽ, ഇങ്ങനൊരു പാത്രമല്ല, ഏതെങ്കിലും പാത്രം എടുക്കാം, വെള്ളം എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത് ഇപ്പോൾ ബ്യൂട്ടി പാർലറിലെ ഒന്നും അറിയില്ല, മസാജ് ചെയ്യാനൊന്നും അറിയില്ല, അങ്ങനെ ഒരാളാണെങ്കിൽ കൂടി ഞാൻ ഈ പറയുന്ന മസാജ് യാതൊരു ദോഷമില്ലാത്തതും, ചുളിവുകൾ നമ്മൾ മസാജ് തെറ്റിയാൽ വലിയ മസാജിലോട്ടൊക്കെ പോയാൽ നമുക്ക് ചുളിവുകൾ വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളെ ഇവിടെ കാണിക്കുന്നത് സാധാ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലെൻസ് ചെയ്യുകയെന്ന് വെച്ചാൽ തന്നെ നമുക്ക് ചെളികൾ, നമ്മുടെ അന്തരീക്ഷത്തിലെ പൊടികൾ, അങ്ങനെ ഡേറ്റൊക്കെ വരുമല്ലേ. അപ്പം അതിനെയൊക്കെ ഒന്ന് കളയാനായിട്ട് ചെറുതായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുവാണ് നമ്മുടെ മുഖമേ. ഈ ഫേഷ്യൽ കിറ്റിനകത്തെ അതേ ക്ലെൻസറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് വെറുതെ ഒന്ന് ഇങ്ങനെ കണ്ണിൻ്റെ പുറത്തും എല്ലാം ഒരു ചെറിയ മസാജ് കൊടുത്ത് തന്നെ നമുക്ക് ഇത് ഒരു 5 മിനിറ്റ് ചെറുതായിട്ടൊന്ന് മസാജ് കൊടുത്തിട്ട് നമ്മുടെ ടിഷ്യൂ എടുത്ത് ഈ ഫേഷ്യൽ ടിഷ്യൂ എന്ന് പറഞ്ഞ് ഇത് വാങ്ങാൻ കിട്ടും കേട്ടോ. ഇത് നമ്മൾ പാർലറിലേക്ക് നമുക്ക് ഒത്തിരി ഒരു 10-200 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ഒരെണ്ണത്തിനകത്ത് 3 രൂപയോ കണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരാൾക്കേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇത് പക്ഷേ പിന്നീടും വേണമെങ്കിൽ ഉണക്കിയെടുത്ത് അവനവന് തന്നെ യൂസ് ചെയ്യാം കേട്ടോ.
അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ വലിയ ഇതായിട്ടുള്ള വാങ്ങിക്കണ്ട. ഞാനൊന്ന് വെള്ളം നനച്ച് കൊടുത്തേ, എന്നിട്ട് തുടച്ചു കൊടുക്കാം. നമ്മുടെ ഓയിൽ തേച്ച് നമ്മുടെ സ്കിന്ന് നല്ലതാക്കി വെച്ചേക്കുവാണല്ലോ നമ്മൾ. അപ്പോൾ നമുക്കൊരു ഫേഷ്യലും കൂടെ ഒക്കെ കൊടുക്കുവാണെങ്കിൽ ഇടയ്ക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ മുഖം ഇരിക്കും കേട്ടോ. ഞാൻ കഴുത്തേ തേക്കാൻ മറന്നുപോയി, ക്ലെൻസർ കഴുത്തേ തേക്കാൻ മറന്നുപോയി. എൻ്റെ ഒന്നും മുഖത്തൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഓയിലൊക്കെ തേച്ച് പയറുപൊടിയൊക്കെ ഇട്ട് നല്ല വൃത്തിയായി. അപ്പോൾ അതാ വൃത്തിയായിട്ട് ക്ലെൻസ് ചെയ്ത് നമ്മുടെ ഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്യുക, അതായത് സ്കിന്നിനെ വൃത്തിയാക്കി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രബാണ് കേട്ടോ. സ്ക്രബ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഒരു ഇതിൻ്റെ കൂടെ തന്നെയുള്ള സ്ക്രബാണ്. സ്ക്രബ് നമ്മൾ എന്തിനാണ് ഇട്ട് കൊടുക്കുന്നത്? നമ്മുടെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, ചുണ്ടിൻ്റെ സൈഡിലെ കറുപ്പ്, ഇവിടെയുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, മൂക്കയിലുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, നെറ്റി, അതായത് ചർമ്മത്തിലെ ഡെഡ് സെൽസ് അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്ക്രബിങ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു മസാജ് കൊടുക്കുക. മൂക്കിൻ്റെ സൈഡിലാണ് ഏറ്റവും കൂടുതൽ കറുപ്പും വൈറ്റ് ഹെഡ്സും ഒക്കെ കൂടി അടിയാനായിട്ട് ഏറ്റവും നല്ല സ്ഥലം മൂക്കിൻ്റെ ഈ ഒരു സൈഡാണ്. അവിടെ നന്നായിട്ട് മസാജ് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കവളയിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഡെഡ് സെൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിമൂവ് ആകാനായിട്ട് ഇങ്ങനത്തെ മസാജ് കൊടുക്കുക. എപ്പോഴും അപ്വേഡ് ഡയറക്ഷന് വേണം മസാജ് ചെയ്യാനായിട്ട്, അതായത് മുകളിലോട്ട് വേണം മസാജ് ചെയ്യാനായിട്ട്. പിന്നെ ഈ ചുണ്ടിൻ്റെ സൈഡിലൊക്കെ ഞാൻ ഫേഷ്യൽ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് പേരുടെ കണ്ടിട്ടുള്ള പ്രശ്നമാണ് ഇത്. ഈ ഒരു ഭാഗത്ത് എൻ്റെ ഇല്ല കേട്ടോ, ഈ ഒരു ഭാഗത്ത് കുരു എന്ന് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ചെറിയ കുരുക്കളും ഒക്കെ വന്നിരിപ്പുണ്ട്. ആരും ശ്രദ്ധിക്കത്തില്ല. അത് നല്ല പോലെ നമ്മളിത് ഇങ്ങനെ ഇടയ്ക്കൊന്ന് വീട്ടിൽ തന്നെ നമ്മുടെ അരിപ്പൊടിയും തൈര് ഇതൊക്കെ നല്ലൊരു സ്ക്രബ്ബറാണ്. നമ്മൾ ഇപ്പം ഷഹനാസിൻ്റെ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് എങ്കിൽ കൂടി എനിക്ക് എൻ്റെ ഫേസിലിടുമ്പോൾ ചെറിയൊരു നീറ്റൽ പോലെയുണ്ട്. അത് ഞാൻ ഫേഷ്യൽ, അതായത് ഇങ്ങനത്തെ ക്രീംസുകൾ എടുത്ത് ഞാൻ അധികം ഫേഷ്യൽ ചെയ്യാറില്ല. ഞാൻ തുറന്നു പറയുവാണ് നിങ്ങളുടെ അടുത്ത്. ഞാൻ കൂടുതലും ഹെർബൽസ് അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ എന്നോട് ഒരുപാട് ജനങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഫേഷ്യൽ കിറ്റ് വാങ്ങിച്ച് നമുക്ക് എങ്ങനെയാണ് ഫേഷ്യൽ ചെയ്യുന്ന ചേച്ചി ഒന്ന് പറഞ്ഞു തരുമോ? അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇത് കാണിക്കുന്നത്. എൻ്റെ ഫേസിൽ ഇപ്പം ഹെർബൽ ആണെങ്കിൽ പോലും ചെറിയൊരു നീറ്റൽ പോലുണ്ട് കേട്ടോ. കാരണം അധികം കെമിക്കൽ ഒന്നും ഞാൻ എൻ്റെ മുഖത്ത് യൂസ് ചെയ്യാറില്ല. ഒരു സൺസ്ക്രീൻ ലോഷൻ ആണെങ്കിൽ പോലും അതുപോലെ വെയിലാണെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ മുഖത്ത് ഇടുകയുള്ളൂ. അതുപോലെ ഈ ചെറുപ്പകാലത്തൊക്കെ ആണെങ്കിലും പയറുപൊടി, രക്തചന്ദനം, പയറുപൊടി അല്ല അത് കഴുകിക്കളയാനായിട്ട് അതുപോലുള്ള കസ്തൂരി മഞ്ഞൾ, രക്തചന്ദനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഫേസിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇങ്ങനെ ഹെർബലായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ മുഖത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റേതായ ഒരു ഗുണം എൻ്റെ മുഖത്ത്, എൻ്റെ ഫേസിൽ കാണാറുമുണ്ട്. ഞാൻ വലിയ അഹങ്കാരം പറയുമൊന്നുമല്ല. അപ്പോൾ എല്ലാവരും കൂടുതലും കെമിക്കലൊന്നും അടങ്ങാതെ ഫേഷ്യൽ ചെയ്യുവാണെങ്കിലും നല്ല ഫേഷ്യൽ, സാധാ കുറഞ്ഞ ഫേഷ്യലോട്ട് പോവാതെ നമ്മൾ അറിഞ്ഞ് ഏത് ഫേഷ്യലാണ് ചെയ്യുന്നത്, ഏത് കിറ്റാണ് ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കസ്റ്റമർക്ക് ചെയ്യുക. ഞാൻ എത്രയോ ജനങ്ങൾക്ക് ഫേഷ്യൽ ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇന്നു വരെ ഒരാൾക്ക് പോലും അലർജി ഉണ്ടാവുമോ, ഒരാൾക്കെങ്കിലും മുഖത്ത് ഇങ്ങനെ പ്രശ്നം വന്നു, മുഖത്താണ്ട് കാരയും കുരുവും വന്നു, മുഖത്ത് അങ്ങനെയായി ഇങ്ങനെയായി, ഇന്നു വരെ എൻ്റെ ഫേഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാലും സ്ഥിരം വരുന്നവരായിരുന്നു. ഞാൻ കുറച്ച് രൂപ അധികമായാലും നല്ല ഫേഷ്യൽ കിറ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതുപോലെ കായയുടെ, ഷഹനാസിൻ്റെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചുണ്ടിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസും ഒക്കെ ഒന്ന് പൊക്കോളും കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ നല്ലപോലെ ഇങ്ങനത്തെ സ്ക്രബാണ് ഇത് കേട്ടോ. ഞാൻ സ്ക്രബാണ് ചെയ്യുന്നത്, നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനുള്ള സ്ക്രബാണ് ചെയ്യുന്നത്. അപ്പം ചുണ്ടിൻ്റെ ഈ താഴ്വശത്ത് ഇങ്ങനെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തേ നമ്മുടെ ചുണ്ടിൻ്റെ രണ്ട് സൈഡിലെയും കറുപ്പും കാര്യങ്ങളും ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകും കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് മസാജ് കൊടുക്കണം.
ഇങ്ങനത്തെ മസാജ് കൊടുക്കുക. പിന്നെ നമ്മുടെ ചുണ്ടിൻ്റെ സൈഡ് ഇങ്ങനെ കൊടുക്കാം, മൂക്കിൻ്റെ സൈഡ് ഇങ്ങനെ, മൂക്കിൻ്റെതായി ഇവിടെ തുമ്പ് ഇങ്ങനെ നല്ല ഒരു 5 മിനിറ്റ് ഓരോ അവയവങ്ങൾക്കും നമുക്ക് ഒരു 5 മിനിറ്റ് വെച്ച് മസാജ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ മസാജ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ ചുളിവുകളൊക്കെ മാറും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെ ഇവിടെ കൊണ്ട് വേണമെങ്കിൽ നിർത്താം. പിന്നെ ഇത് സ്ക്രബ് ആയതുകൊണ്ട് വെറുതെ ഒന്ന് ഞാൻ ഓടിച്ച് വിടുന്നതേ ഉള്ളേ. പിന്നെ മൂക്കിൻ്റെ സൈഡിലാണ് നല്ലപോലെ നമ്മൾ ഒരു ശകലം പ്രഷർ കൊടുത്ത് ചെയ്യേണ്ട. പിന്നെ വിടാം. പിന്നെ അത് ഇങ്ങനെ മസാജ് കൊടുത്ത് പിന്നെ നമ്മൾ കഴുത്തിലോട്ട് പോവുകയാണെങ്കിൽ കഴുത്തിൽ എൻ്റെ കയ്യിലുണ്ട് കുറച്ച് കേട്ടോ സ്ക്രബിൻ്റെ. അപ്പം നന്നായിട്ട് മസാജ് കൊടുക്കുക കഴുത്തിലൊക്കെ. എൻ്റെ കഴുത്ത് പണ്ടുണ്ടല്ലോ, എനിക്കിതിലും നല്ല വണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴുത്ത് ഇങ്ങനെ നല്ല കറുപ്പുണ്ടായിരുന്നേ. അതൊക്കെ നമ്മൾ കുറച്ചൊക്കെ വണ്ണത്തിൻ്റെ ഉണ്ട്. വെയിറ്റ് കുറയുമ്പോൾ കുറച്ചൊക്കെ കറുപ്പ് പോകും. എന്നാലും അപ്പം ദേ ഒരുമാതിരി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഒന്ന് നനഞ്ഞ് കുതിർന്നിരിക്കുവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബ്ലാക്ക് ഹെഡ് റിമൂവർ എടുക്കണം. റിമൂവർ എടുത്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് കുത്തിയെടുത്ത് കളയാം കേട്ടോ. എൻ്റെ ഫേസിൽ അധികം അങ്ങനെ ഇല്ല, എന്നാലും മൂക്കിൻ്റെ 2 സൈഡിൽ ചെറിയ കണ്ണാടി എടുത്തില്ല. എനിക്കിതിനകത്ത് നോക്കി ഇങ്ങനെ കാണത്തില്ല. എന്നാൽ ഞാനൊരു ഊഹം വെച്ചങ്ങ് ഈ സൈഡിലൊക്കെയാണ് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വന്നിരിക്കുന്നത്. പിന്നെ ചുണ്ടിൻ്റെ സൈഡിൽ ചുണ്ടിൻ്റെ സൈഡിലൊക്കെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ കൊണ്ട് വെറുതെ ഒന്ന് ഇങ്ങനെ ആക്കണം കേട്ടോ. അപ്പോൾ അവിടെ എന്തെങ്കിലും ഡെഡ് സെൽസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നല്ല ക്ലീൻ ആവും കേട്ടോ. പിന്നെ നെറ്റിയിലൊക്കെ വെറുതെ ഇങ്ങനെ ഒന്ന് കൊണ്ടുപോകാം. ഇവിടെയൊക്കെ ബ്ലാക്ക് ഹെഡ്സൊക്കെ ചിലരുടെയൊക്കെ കാണുമല്ലേ, അതൊക്കെ ഒന്നിങ്ങനെ എടുത്തു പോകാം കേട്ടോ. ഇവിടെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു പോകാം. കാര്യം കുരുവൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ച് വിടാം, എല്ലാം ഒന്ന് ക്ലീൻ ആക്കാം. അപ്പം ഇനി നമുക്ക് തുടച്ച് മാറ്റാം. ഇന്നലെ ഞങ്ങളൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഒത്തിരി സമയമായി കേട്ടോ. ഞാൻ 11 മണിയൊക്കെ ആയപ്പോൾ ക്ഷീണം കൊണ്ടൊന്ന് മയങ്ങിപ്പോയി. ഞാൻ ഒരിക്കലും ഉറങ്ങുന്നതല്ലേ, വെറുതെ ഒന്ന് കിടന്നാണ്. എല്ലാവർക്കും ഭക്ഷണം എല്ലാം കൊടുത്തിട്ട് ഇവർ പടക്കമൊക്കെ പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കിടന്നു കഴിഞ്ഞ് എന്നെ 12 മണി ആറായപ്പോഴത്തേന് ഇവരെല്ലാം വിളിച്ചുണർത്തി. അല്ല, ഞാൻ എന്നും 12 ആകുമ്പോൾ ഉറങ്ങുന്ന ഞാനാകട്ടോ. എല്ലാ ന്യൂ ഇയറിനും ഇന്നലെ ഒന്ന് ചെറുതായിട്ട് മയങ്ങിപ്പോയെ. ആ മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഉറക്കപ്പിച്ച് പോലെ എനിക്ക് തോന്നിയേ. പിന്നെ അങ്ങ് ഇട്ടേക്കാവെന്ന് ഓർത്തു. എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ. അപ്പോൾ നമ്മൾ സ്ക്രബും ചെയ്തു. സ്ക്രബൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ മുഖത്തിന്, ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്തൂടെ എത്രത്തോളം അറിയാമെന്ന് എനിക്കറിയില്ല, എന്നാലും നമ്മുടെ ഫേസ് ഡെഡ് സെൽസ് എല്ലാം മാറി. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും, ബ്ലാക്ക് ഹെഡ്സ് നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സ് ഉള്ളവരാണെങ്കിൽ എടുത്ത് കഴിയുമ്പോൾ ഒരു ടോണർ, മറ്റേ ആസ്ട്രിയൻ്റെ ഇല്ലേ, നമ്മുടെ പച്ച കളറുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും, അത് വെറുതെ ഒന്ന് പോഴ്സൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിലേ ഒരു ഇച്ചിരി ആസ്ട്രിയൻ്റെ ഇട്ട് കൊടുക്കണം കേട്ടോ. ശകലം തൂത്ത് കൊടുത്താൽ മതി. എൻ്റെ മുഖത്തിപ്പം ബ്ലാക്ക് ഹെഡ്സ് ഒന്നും വലുതായിട്ടില്ലാത്ത കൊണ്ടും ഞാൻ ഒരുപാട് പോഴ്സൊന്നും ഓപ്പൺ ആക്കാത്തത് കൊണ്ടും
ഞാൻ ആസ്ട്രിയൻ ലോഷൻ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പം ദേ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് മസാജാണ്. ഈ മസാജ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരു ഫേഷ്യൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ മസാജിലാണ് കാര്യം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു യുവത്വം, സ്കിന്നിന് നല്ലൊരു എന്താ പറയുന്നത്, ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് കവളൊക്കെ ഒന്ന് തൊടുത്തതായിട്ടും കണ്ണിൻ്റെ കുഴിവൊക്കെ ഒന്ന് മാറിയതായിട്ടും ഒരുപാട് നമുക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും കേട്ടോ. അപ്പം മൂന്നാമത്തേതാണ് മസാജിങ് ക്രീം എടുത്തിട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണേ. കുറച്ചൊരു സ്വല്പം നമ്മുടെ ഐസ് ക്യൂബ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്തിട്ടാലും മതി. അപ്പോൾ നല്ലൊരു തണുപ്പും കിട്ടും കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഫേസിൻ്റെ കാണിച്ചിട്ട് നമുക്ക് നെക്കിൻ്റെ കാണിക്കാവേ. ഫസ്റ്റ് തന്നെ നമ്മളിതാ ഇവിടുന്ന് ആ മസാജ് തുടങ്ങുന്നത് ഇങ്ങനെ മേൽപോട്ട്, എന്നിട്ടൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഈ വശത്തൂടെ താഴോട്ട് പോയിട്ട് ഇങ്ങനെ മേൽപോട്ട് ഇങ്ങനെ തന്നെ ഒരു 5 പ്രാവശ്യം ഇങ്ങനെ കാണിക്കണം. 5 പ്രാവശ്യം ഇങ്ങനെ മസാജ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടില്ല, ഒന്നും ഇതിനെപ്പറ്റി അറിയത്തില്ല എങ്കിൽ പോലും ഈ ഒരു മസാജ് എല്ലാവർക്കും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് സെക്കൻഡ് നമുക്ക് നമ്മുടെ ചുണ്ടിന് ചുറ്റുമുള്ള ചുളിവുകളൊക്കെ മാറാനുള്ള മസാജാണ്. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം ചെയ്യുക. പിന്നെ നമുക്കിത് ഇങ്ങനെ പിന്നെ മൂക്കിൻ്റെ ഇങ്ങോട്ട് ഇങ്ങനത്തെ മസാജ് കൊടുക്കുക. ഇങ്ങനെ കേട്ടോ. പിന്നെ കണ്ണട വെച്ച് മിക്കവരുടെയും കറുപ്പില്ലേ, അതൊക്കെ മാറാനുള്ള ഒരു മസാജാണിത്. പിന്നെ മൂക്കിൻ്റെ ഇങ്ങനെ ഒന്ന് മസാജ് കൊടുക്കുക. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. പിന്നെ കണ്ണിന് ചുറ്റും കറുപ്പ് മാറാൻ വേണ്ടി നമുക്ക് മോതിര വിരലും കൊണ്ട് ഇങ്ങനത്തെ റൗണ്ട് മസാജ് കൊടുക്കാം കണ്ണിന് ചുറ്റും. കണ്ണിൻ്റെ തൊട്ട് അടിയിലോട്ട് ഒരിക്കലും പോകരുത്, ചെറിയ നരമ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മസാജ് കൊടുക്കാം. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ പോള സത്യം പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തില്ല. അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രായം ആദ്യം വിളിച്ചറിയുന്നത്. ഇവിടെ ചുണ്ടിന് ചുറ്റും കണ്ണിന് താഴെയൊക്കെ അല്ലേ. അപ്പോൾ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനത്തെ ഒരു റൗണ്ട് മസാജ് കൊടുക്കാം. കണ്ണിനടിയിൽ കണ്ണടച്ച് പിടിച്ചിട്ട് കണ്ണിൻ്റെ പോളയിൽ ഇങ്ങനെ ഒരു റൗണ്ട് മസാജ് ഒരു 5 പ്രാവശ്യം നമുക്ക് കൊടുക്കാവേ. 5 10 കൊടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ. നമ്മുടെ ഓയിൽ തേച്ചാലും ഇതുപോലത്തെ മസാജ് മുഖത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഓയിൽ കൊണ്ടുപോയേക്കുന്ന എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും ഇതെങ്ങനെയാണ് തേക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മസാജ് ഓയിലാകുമ്പോൾ കണ്ണിനകത്തോട്ടൊന്നും പോകാതെ ശ്രദ്ധിക്കണം. കണ്ണിൻ്റെ മസാജ് കഴിഞ്ഞു. ഇനി നമ്മുടെ പുരികം ഒന്ന് നമുക്ക് ഇതാക്കണ്ടേ. ഈ ഒരു വിരൽ കൊണ്ട് തന്നെ നമ്മുടെ പുരികത്തെ ആദ്യം ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പിഞ്ച് ഇങ്ങനെ ഒന്ന് മസാജ് കൊടുക്കുക. ഇതും ഒരു 5 പ്രാവശ്യം കൊടുക്കാം. നമ്മുടെ പുരികത്തിൻ്റെ വളർച്ചയ്ക്കും നമ്മുടെ പുരികം ഒത്തിരി കൊഴിഞ്ഞു പോകാതിരിക്കാനും അവിടെ ഒരു മസാജ് കൊടുക്കുന്ന ഏറ്റവും നല്ല ഇങ്ങനെ ഒരു 5 പ്രാവശ്യം ചെയ്യുക. എന്നിട്ട് നെറ്റിയെ വരകളൊക്കെ ഉള്ളവരില്ലേ, നെറ്റിയെ നമുക്ക് ഇങ്ങനെ വരകൾ, ഒരുപാട് പേർക്ക് അങ്ങനെ വരകൾ വരും. അപ്പോൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ടൊന്ന് ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ റൗണ്ട് മസാജ് കൊടുക്കുക. ഇങ്ങനെ ഇവിടം വരെ കൊടുക്കുക. ഓരോ ഭാഗത്തും ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ഡൈ ഒക്കെ തേച്ച് മുടി കറുപ്പിച്ച് വെച്ചിരിക്കുന്നവർ ഈ ഫേഷ്യൽ ക്രീമുകളൊന്നും മുടിയിലോട്ടാവരുത്. പെട്ടെന്ന് തന്നെ മുടിയുടെ കളർ പോയിട്ട് മുടി അവിടെ നരച്ചിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെ വരകൾ പോവാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക. ഇങ്ങനത്തെ ഒരു മസാജ് കൊടുക്കാം കേട്ടോ, വരകളൊക്കെ പോവാനാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഫേസിൽ ഫുള്ളൊന്ന് ഇങ്ങനെ എപ്പോഴും മേൽപോട്ട് വേണം, അത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. മേൽപോട്ട് മസാജ് ചെയ്യണം.
എനിക്ക് കവിളിൻ്റെ ഇവിടം കുറച്ച് സ്വല്പം ഇങ്ങനെ പൊങ്ങി ഇരിക്കുന്ന ഒരു ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ മസാജ് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ കവിളില്ലാത്തവരാണെങ്കിൽ ഉള്ളം കൈ കൊണ്ട് നന്നായിട്ട് മേൽപോട്ട് മസാജ് കൊടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനത്തെ മസാജാണ് കൊടുക്കുന്നത്. എനിക്ക് കവളുണ്ട്, എൻ്റെ മുഖം വലുതാണ്, അതുകൊണ്ട് ഇങ്ങനത്തെ മസാജാണ് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഏത് തരം മസാജാണോ ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ ഫേസ് ആവുന്നത്. പിന്നെ അതാ മൂക്കിൻ്റെ ഇവിടെ ഒന്ന് മസാജ് കൊടുക്കുക, പിന്നെ കണ്ണിൻ്റെ ഇവിടെ മസാജ് കൊടുക്കുക, ഇവിടെ റൗണ്ട് എപ്പോഴും ഇങ്ങനെ മേൽപോട്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ മേൽപോട്ട് മാത്രമേ മസാജ് കൊടുക്കാവുള്ളൂ. പിന്നെ ഡബിൾ ചിന്നും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഇങ്ങനത്തെ മസാജ് കണ്ടോ. ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഒരു ഷേപ്പ് വരുന്ന കണ്ടോ, നമ്മൾ കോണ്ടൂറൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഷേപ്പ് പോലെ കണ്ടോ. അതാണ് ഇങ്ങനെ വലിച്ചു പിടിച്ച് താഴെ ഇവിടെയും പ്രസ് ചെയ്ത് ഇങ്ങനത്തെ മസാജ് കൊടുക്കാം. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം കൊടുക്കാം. നമുക്കിവിടെ ചെവിയുടെ ഇവിടെ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് നിർത്തി ഇങ്ങനെ മസാജ് കൊടുക്കാവേ. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് കൊടുക്കാം മസാജ്. ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടി ഇത് കണ്ടോ, ഇങ്ങനെ ഡബിൾ ചിന്നൊന്നും ഉണ്ടാവാതെ ഇങ്ങനെ ഇങ്ങോട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ നല്ല മസാജാണ് കേട്ടോ. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ തെറ്റിപ്പോയാൽ വരുന്ന പ്രശ്നങ്ങളോ ഒന്നും ഇതും കൊണ്ടുണ്ടാവില്ല. ഇങ്ങനത്തെ മസാജ് കൊടുക്കാം. ഇനി നമുക്ക് നെക്കിലേക്ക് പോകാം. നമ്മുടെ മുഖം പോലെ തന്നെ നമുക്ക് നമുക്ക് അതുപോലെ വൃത്തിയായിട്ടിരിക്കേണ്ട കാര്യമാണ് നെക്ക്. എൻ്റെ പാർലറിൽ വരുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് കേട്ടോ. എല്ലാവരുടെയും ഫസ്റ്റ് ഞാൻ നെക്ക് ചെയ്തിട്ടേ ഞാൻ നമ്മുടെ ഫേസിലോട്ട് കയറത്തുള്ളൂ. നമ്മുടെ നെക്കാണ് നമ്മുടെ ഭംഗി. അത് നന്നായിട്ട് മസാജിലൂടെ ഇത് കണ്ടോ, ഇങ്ങനത്തെ മസാജ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഡബിൾ ചിന്നൊന്നും ഉണ്ടാവാതെ. എന്നാലും ഒരു പ്രായമാകുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ദശ തൂങ്ങാൻ സാധ്യതയുണ്ട്. എങ്കിലും അതിനെ കുറച്ചൊക്കെ ഒന്ന് പിടിച്ചു നിർത്താനാണ് ഇങ്ങനത്തെ മസാജ് കേട്ടോ. നമ്മുടെ ബാക്കിലും കഴുത്തിൻ്റെ ബാക്കിലും നമ്മൾ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഈ കാണിച്ച മസാജ് എല്ലാം ഒരു 5 or 10 തവണ നിങ്ങൾ ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് മസാജ് ചെയ്യുമ്പോൾ ഒന്നും വർത്താനം പറഞ്ഞാലും സംസാരിച്ചാലൊന്നും കുഴപ്പമില്ല. നമ്മൾ പായ്ക്കിട്ട് കഴിയുമ്പോൾ നമ്മൾ പിന്നെ സംസാരിക്കുകയേ ചെയ്യരുത് കേട്ടോ. പായ്ക്കിട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഞാൻ ടിഷ്യൂ വെള്ളത്തിൽ മുക്കുക കേട്ടോ, പിഴിഞ്ഞ്. എന്നിട്ടാണ് ഞാൻ പാർലറിൽ പോയി സ്ഥിരം ഫേഷ്യൽ ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് വേറെ കെമിക്കലൊന്നും ഇല്ല, നമ്മൾ വാങ്ങിക്കുന്ന സാധനം ഇതുപോലെ ഹെർബലാണ് എന്നിങ്ങനെ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ.
ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമുക്ക് വീട്ടിലിരുന്ന് ഫേഷ്യൽ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫേസ് സ്ക്രബിങ്ങും മസാജിങ്ങും കഴിയുമ്പോൾ തന്നെ നല്ലൊരു തിളക്കം. നിങ്ങൾക്ക് ഞാനിപ്പോൾ വാത അടച്ചിട്ടേക്കുവാണ്, റോഡല്ലേ, അപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് നോക്കിയാലോ എന്ന് ഓർത്തുകൊണ്ട്. ഇപ്പം അത്ര വെളിച്ചം നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ല, എങ്കിലും നിങ്ങൾക്ക് മാറ്റം മനസ്സിലായെന്ന് കരുതുന്നു. 4ാമത്തെ പായ്ക്കാണ്. പിന്നെ ഇപ്പോൾ വരുന്ന ഫേഷ്യൽ കിറ്റിനകത്തെല്ലാം 7 സ്റ്റെപ്പൊക്കെ ഉണ്ട്. ജെല്ല് അതും ഇതും എല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാനിവിടെ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മുടെ പണ്ട് മുതലേ ഉള്ള 4 സ്റ്റെപ്പ്, ഇത് പായ്ക്കാണ്. ഈ പായ്ക്കിനകത്തോട്ട് സ്വല്പം റോസ് വാട്ടർ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഈ പായ്ക്ക് ഇവിടെ ഇടുന്നത് കേട്ടോ. പായ്ക്കിട്ടാൽ പിന്നെ ഞാൻ സംസാരിക്കത്തില്ല കേട്ടോ. ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. നല്ല പോലെ ഡ്രൈ ആയിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വാഷ് ചെയ്തുകൊണ്ട് വരാവേ. നന്നായിട്ട് ഫേസ് കഴുകിയേ. നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ വരും, നല്ലൊരു കളറ് ഇമ്പ്രൂവ് ആയ പോലെ നമുക്ക് തോന്നും. എന്നാലും ഇത് കണ്ടോ, എന്തോ ഒരു നല്ല മാറ്റം ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ വരും. പിന്നെ ഇതിൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ടും കിട്ടണമെങ്കിൽ 2 ദിവസം കഴിയണം. 2 ദിവസം കഴിഞ്ഞാലേ ഇതിൻ്റെ റിസൾട്ട് നമ്മുടെ ഫേസിൽ പൂർണ്ണമായിട്ടും അറിയത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയ പോലെ, പിന്നെ നമ്മുടെ ഓയിലൊക്കെ തേച്ച് സോഫ്റ്റ് ആയാണല്ലോ നമ്മുടെ മുഖം ഇരിക്കുന്ന, മുഖത്ത് ടാനൊന്നും ഇല്ലാതെ. നമ്മുടെ ഓയിലെന്ന് പറഞ്ഞാൽ ടാൻ പോകാനും കറുത്തപാട് മാറാനും എല്ലാം ഉള്ളതാണല്ലോ. അപ്പം അങ്ങനെ ഒരു ഇതിൽ എൻ്റെ മുഖത്ത് അങ്ങനെ വലിയ ഡിഫറൻസ് അങ്ങോട്ട് അറിയാൻ പറ്റത്തില്ല, എങ്കിലും ഫേഷ്യൽ ചെയ്തതിൻ്റെ ഒരു മാറ്റം നമ്മുടെ ഫേസിൽ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം, നല്ലൊരു മാറ്റം വരും. പിന്നെ എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഇരുന്ന് മസാജ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കണ്ടോ, ചെറിയൊരു മാറ്റമൊന്നും അല്ല ഫേസിന്. നമ്മൾ ഇപ്പം എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഫൗണ്ടേഷനൊക്കെ ശകലം ഇട്ട് മുഖത്തൊരു എന്താ പറയുന്നത്, അങ്ങനെയൊക്കെ ചെയ്ത് ഒരുങ്ങുന്ന ഒരു സന്ദർഭമില്ലേ, ആ ഒരു ഇതുപോലെ നമ്മുടെ മുഖമായി. കണ്ടോ. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവരും സുന്ദരികളായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, അസുഖമൊന്നും വരാതിരിക്കാനായിട്ട് അവനവൻ്റെ ഹെൽത്ത് അവനവൻ തന്നെ നോക്കുക, ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക. അങ്ങനെ നമ്മൾ പുറമേ ചെയ്യുന്ന നമ്മുടെ ഉള്ളിലേക്കും നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ നമുക്ക് വേണ്ട, പ്രോട്ടീൻസ് വൈറ്റമിൻസ് അങ്ങനെയൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് ഇട്ട് കൊടുക്കുക. സ്കിന്നിലേക്കല്ല, നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് എപ്പോഴും അപ്ലോഡ് ആവുമെന്ന് അറിയത്തില്ല. അപ്പോൾ ബൈ. എല്ലാവർക്കും ഒന്നും കൂടെ ഹാപ്പി 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 ന്യൂ ഇയർ. എൻ്റെ വാട്സപ്പിൽ നിറയെ ഹാപ്പി ന്യൂ ഇയർ വന്നിട്ടുണ്ട്. എല്ലാവരും ഞാൻ നോക്കിക്കോളാം കേട്ടോ. ഞാൻ രാവിലത്തെ തിരക്കറിയാമല്ലോ. അപ്പോൾ